അങ്ങനെ 2024 കഴിയാറായി. ഈ ഒരു വർഷം ഒരുപാട് സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാടൊന്നും എനിക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഒരു 2 എപ്പിസോഡോ അല്ലെങ്കിൽ 3 എപ്പിസോഡോ അല്ലെങ്കിൽ ലാസ്റ്റ് എപ്പിസോഡൊക്കെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് സീരീസ് ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ കണ്ട ഒരുപാട് സീരീസ് ഉണ്ട്. ഞാൻ 2-3 ഡീറ്റെയിൽ റിവ്യൂ ചെയ്തിട്ടില്ല. അത് ഉടനെ ചെയ്യും. സോ ഈ വർഷം കണ്ടതിൽ വെച്ച് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയ കുറച്ച് സീരീസ് ഞാൻ സജസ്റ്റ് ചെയ്യാം. സോ സ്റ്റാർട്ടിംഗ് ദ ബോയ് സീസൺ 3 അതൊരു 1.5 സീരീസ് ആയിരുന്നു മാൻ. അതിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ വേറെ ലെവൽ. അതായത് നമ്മള് സീസൺ തീരുമ്പോൾ 100% ഓക്കെ പൊളി എന്നുള്ള ഫീൽ കിട്ടത്തില്ലേ, അതായിരുന്നു ബോയ്സ്. എസ്പെഷ്യലി ആ ലാസ്റ്റ് എപ്പിസോഡ് അതുകൊണ്ട് എൻഡ് ചെയ്യുന്ന ഒരു ക്ലിഫ് ഹാങ്ങർ സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, വേറെ ലെവലായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനൽ തന്നെയുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് പെൻഗ്വിൻ. ഈ വർഷത്തെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സീരീസിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു സീരീസ് തന്നെയാണ്. ലെവൽ ആയിരുന്നു. സൂപ്പർ ഹീറോ കോൺസെപ്റ്റ് ഒന്നുമില്ല, ഒരു പക്ക മാഫിയ അല്ലെങ്കിൽ ഗാങ്സ്റ്റർ സെറ്റപ്പിലുള്ള ഒരു കിഡിലൻ സീരീസ്. ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ ആ ഒരു സീരീസിന്റെയും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ പ്രസന്റേഷൻ ഒക്കെ മാൻ അത് സീൻ ഐറ്റമാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഹൗസ് ഓഫ് ഡ്രാഗൺസ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് നല്ല രീതിക്ക് വർക്കായ അടിപൊളി സീസൺ തന്നെയാണ്. എസ്പെഷ്യലി ആ ഒരു ഫൈനൽ 2 എപ്പിസോഡ് എന്നൊക്കെ പറയുന്നത് മാൻ പൊളിയായിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ബേബി റൈൻഡർ. ഇത് അധികം പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സ്റ്റോക്കിംഗ് പരിപാടിയൊക്കെ ഉള്ള ഒരു സീരീസ് ആണ്. ആൻഡ് അത് ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഒരു കോമഡി സബ്ജക്റ്റ് ഒന്നും അല്ല, നല്ല ത്രില്ലിംഗ് ആയിട്ടും എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സീരീസ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പാരസൈറ്റ് ദ ഗ്രേ. ഇതൊരു ആനിമെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ലൈവ് ആക്ഷൻ സീരീസ് ആണ്. ഇതിന്റെ VFX ആയാലും ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ആയാലും ഒരു മേക്കിംഗ് എക്സിക്യൂഷൻ എല്ലാം അടിപൊളിയായിരുന്നു. നല്ലൊരു കിഡിലം എക്സ്പീരിയൻസ് എന്ന സീരീസ് ആയിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഫോളോ ഔട്ട്. ഇതൊരു ഗെയിം ഇൻസ്പയർ ചെയ്തിട്ടുള്ള ലൈവ് ആക്ഷൻ സീരീസ് ആണ്. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു സീരീസ് ആണ്. പക്ഷെ ആ ഒരു എൻ്റയർ സീരീസ് വാസ് ലൈക്ക് ഭയങ്കര എൻഗേജിംഗ് ആണ്, ഭയങ്കര അടിപൊളിയായിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് എല്ലാം നൈസ് ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ റീസെന്റ് ആണ് ആ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഉടനെ തന്നെ അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ആർക്കെയിൻ 2. വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് ഓഫ് ഓൾ ടൈം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ആനിമേറ്റഡ് സീരീസ് ആയിരുന്നു. കിഡിലുമായിരുന്നു. ആ ഒരു സീരീസിന്റെ പ്രസന്റേഷൻ ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും ആക്ഷൻ സീക്വൻസ് ആയാലും ആനിമേഷൻ ആയാലും എല്ലാം വേറെ ലെവൽ ആയിട്ടുമാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് പോച്ചർ. ഒരു കിഡിലൻ സീരീസ് ആണ്. ഒരു ട്രൂ സ്റ്റോറി ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ സീരീസ് ചെയ്തിരിക്കുന്നത്. അതായത് ആനകൾ ഒരുപാട് ഒരു കൊല്ലുന്നതും ഹണ്ട് ചെയ്യുന്നതും അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അതിനെ റിലേറ്റ് ചെയ്ത ഒരു സീരീസ് ആണ്. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് 1000 ബേബീസ്. ഒരു കിഡിലൻ ത്രില്ലർ സീരീസ് ആണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതിന്റെ കോൺസെപ്റ്റ് ആയാലും ആ സ്റ്റോറി ടെല്ലിംഗ് ആയാലും അല്ലെങ്കിൽ ഓരോ എപ്പിസോഡ്സിന്റെ പ്രസന്റേഷൻ ആയാലും എല്ലാം നൈസ് ആയിരുന്നു. അതിന്റെ എൻഡിംഗ് ആയാലും പോലും നല്ലൊരു ക്ലിഫ് ആംഗിളാണ് എത്തിക്കുന്നുണ്ട്. ആ ഒരു പോർഷൻസ് ഒക്കെ നല്ല എൻഗേജിംഗ് ആയിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഫ്രം സീസൺ 3. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് നൈസ് ആയിട്ടുള്ള എൻഗേജിംഗ് ആയിട്ടുള്ള സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ചില ഏരിയാസിലുള്ള ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആയാലും ആ ഒരു ഇവന്റ്സ് ആയാലും അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ വലിച്ചു നീട്ടി ലാഗ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ഏരിയാസ് ഒന്നും അത്രയ്ക്കും വർക്കായില്ല. പക്ഷെ ഓവറോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു എൻഡിങ്, ആ ഒരു ലാസ്റ്റ് എപ്പിസോഡുള്ള ലാസ്റ്റ് ക്ലിഫ് ഹാങ്ങർ ഒക്കെ നൈസ് ആയിരുന്നു. ആ ഒരു സീസൺ 4 വേണ്ടി നല്ലൊരു കട്ട വെയിറ്റിംഗ് ആയിരുന്ന ക്ലിഫ് ഹാങ്ങർ തന്നെയായിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് വൺ ദ ഡേ ഓഫ് ജക്കൽ. ഈ ഒരു സീരീസ് ഞാൻ റീസെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടില്ല, ഉടനെ തന്നെ ചെയ്യാം. ഒരു കിട്ടില്ല സീരീസ് ആണ്. ഈ സ്പൈ അസാസിൻസ് ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് സീരീസ്. ഓരോ എപ്പിസോഡും വളരെ എൻഗേജിംഗ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി ആ ഇവന്റ്സ് ആയാലും ആ ഒരു ക്യാരക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ ആ ഒരു അസാസിൻ പോലീസ് അല്ലെങ്കിൽ ആ ഒരു ഇവന്റ്സ് എല്ലാ കാര്യങ്ങളും വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു സീരീസ് ഒക്കെയാണ് ഞാൻ ഈ വർഷം കണ്ടതിൽ വെച്ച് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള സീരീസ്. ഇനിയും ഒരുപാടുണ്ട്, ഞാൻ ഒരുപാടൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം. ആൻഡ് ഞാൻ മിസ് ചെയ്ത സീരീസ് അല്ലെങ്കിൽ നിങ്ങളെ കണ്ടതിൽ വെച്ച് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കൂടി കമന്റ് ചെയ്യും, ഞാനും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.